ഓം നമഃ ശിവായ. നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ വിവാഹ മുഹൂർത്ത വിവരണത്തിനെ കുറിച്ചാണ്. വിവാഹം ഏത് ദിക്കിൽ നിന്ന് നടക്കും? വിവാഹം കഴിക്കുവാൻ പോകുന്ന കന്യക എങ്ങനെ ഉള്ള സ്വഭാവ രീതികളായിരിക്കും? വശ്യപ്പൊരുത്തം എന്ന് പറയുന്നത് എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വശ്യപ്പൊരുത്തം എന്ന് പറയുന്നത് സ്ത്രീ ജനിച്ച കൂറിൻ്റെ വശ്യമുള്ള രാശിയിൽ പുരുഷൻ ജനിച്ചാൽ വശ്യപ്പൊരുത്തം എന്ന് പറയാം. സ്ത്രീ അതുപോലെ പുരുഷൻ ജനിച്ച രാശിയുടെ വശ്യപ്പൊരുത്തമുള്ള രാശിയിൽ സ്ത്രീ ജനിച്ചാൽ വശ്യപ്പൊരുത്തം എന്ന് പറയാം. ഇനി എങ്ങനെയെല്ലാമാണ് ആ വശ്യപ്പൊരുത്തം നമ്മൾ കണ്ടുപിടിക്കുന്നത്? മേടം രാശിയുടെ വശ്യപ്പൊരുത്തം എന്ന് പറയുന്നത് ചിങ്ങം വൃശ്ചികമാണ്. ഇടവം രാശിയുടെ വശ്യപ്പൊരുത്തം എന്ന് പറയുന്നത് കർക്കിടകം തുലാമാണ്. മിഥുനം രാശിയുടേത് കന്നിയാണ്. കർക്കിടകം രാശിയുടേത് വൃശ്ചികം ധനുവാണ്. ചിങ്ങം രാശിയുടേത് തുലാമാണ്. കന്നി രാശിയുടേത് മിഥുനം മീനം രാശികളാണ്. തുലാം രാശിയുടേത് കന്നി മകരം രാശികളാണ്. വൃശ്ചികം രാശിയുടേത് കർക്കിടകം രാശിയാണ്. ധനു രാശിയുടേത് മീനം രാശിയാണ്. മകരം രാശിയുടേത് മേടം കുംഭം രാശികളാണ്. കുംഭത്തിൻ്റേത് മേടം രാശിയും മീനത്തിൻ്റേത് മകരം രാശിയുമാണ് വശ്യപ്പൊരുത്തങ്ങൾ ഉള്ള രാശികൾ. അപ്പോൾ സ്ത്രീ ജനിച്ച കൂറിൻ്റെ വശ്യരാശിയിലാണ് പുരുഷൻ ജനിക്കുന്നതെങ്കിൽ വശ്യപ്പൊരുത്തമുള്ളതാണെന്ന് പറയാം. അതുപോലെ തന്നെ പുരുഷൻ ജനിച്ച രാശിയുടെ വശ്യമുള്ള രാശിയിലാണ് സ്ത്രീ ജനിച്ചതെങ്കിൽ വശ്യപ്പൊരുത്തം എന്ന് പറയാം. ഈ വശ്യപ്പൊരുത്തം രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ വിവാഹത്തിലെ വളരെയധികം സമ്പൽ സമൃദ്ധമായിട്ടും വളരെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതകാലം വളരെ സുഗമമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ വശ്യപ്പൊരുത്തത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ സ്ത്രീ ഏത് ദിക്കിൽ നിന്നുമാണ് വരുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും അല്ലെങ്കിൽ അവരുടെ വിവാഹം എപ്പോൾ നടക്കും, ഏതെല്ലാം സമയങ്ങളിലാണ് വിവാഹം നടക്കുവാൻ സാധ്യതയുള്ളത്, അത് ശുക്രൻ നിൽക്കുന്ന രാശി, ജന്മരാശി, ലഗ്നം, ഏഴാം ഭാവം, ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശി, ഇവരുടെ എല്ലാം തന്നെ 7, 9, 5 രാശികളിൽ വ്യാഴം നിൽക്കുമ്പോൾ ആണ് വിവാഹം നടക്കുന്നത്. ആ വിവാഹം നടക്കുന്നു കഴിഞ്ഞാൽ അടുത്തത് ഇനി നമുക്ക് നോക്കേണ്ടതാണ്, സ്ത്രീ ഏത് സ്വഭാവക്കാരിയായിരിക്കും, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവളാണോ ഗുണങ്ങളുള്ളവളാണോ എന്ന് നമ്മൾക്ക് അറിയേണ്ടതായിട്ട് വരും. നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മൾക്കറിയാൻ സാധിക്കും. ഇപ്പോൾ ഇടവം കർക്കിടകം രാശിയിലാണ് ജനിക്കുന്ന സ്ത്രീയെങ്കിൽ, ഇടവക്കൂറിലോ അല്ലെങ്കിൽ കർക്കിടകക്കൂറിലോ ജനിക്കുന്ന സ്ത്രീയാണെങ്കിൽ അത് യുഗ്മരാശിയാണ്. ആ യുഗ്മരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉണ്ടായെങ്കിൽ അവൾ സൗന്ദര്യവതിയായിരിക്കും. അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ളവളായിരിക്കും, നല്ല പെരുമാറ്റമുള്ളവളായിരിക്കും, വിദ്യാഭ്യാസം ഉള്ളവളായിരിക്കും. ഇനി അതുപോലെ തന്നെ ഓജരാശികളായിട്ടുള്ള മേടം മിഥുനം രാശികളിലാണ് ജനിച്ച സ്ത്രീകളാണെങ്കിൽ ആ രാശികളിലേക്ക് ഇനി പാപദൃഷ്ടിയാണുള്ളതെങ്കിൽ അവർ വളരെയധികം സൗന്ദര്യമില്ലാത്തവരും അതുപോലെ തന്നെ വളരെ ഭംഗി ഇല്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും, കൂടാതെ അവർ പെരുമാറ്റത്തിൽ
പുരുഷൻ്റെ സ്വഭാവം രീതികൾ കാണിക്കുന്നവരും ആയിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരു ജാതകത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പൊരുത്തങ്ങൾ എല്ലാം തന്നെ ശുഭമാണെങ്കിൽ അത് നമ്മൾക്ക് ആ ജാതകം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ജാതകത്തിൻ്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എന്തെല്ലാം രീതികളാണ് നമ്മൾക്ക് ലഭിക്കുവാൻ പോകുന്ന പെൺകുട്ടി അഥവാ നമ്മൾ വിവാഹം കഴിക്കുവാൻ പോകുന്ന സ്ത്രീ എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ പറയുവാനും കാണുവാനും നമ്മൾക്ക് നേരത്തെ മുൻകൂട്ടി കാണുവാൻ സാധിക്കും. അതനുസരിച്ചായിരിക്കണം നമ്മൾ വിവാഹം നടത്തുന്നതിനായിട്ട് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. അത് മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു മുൻകരുതലുകൾ എടുക്കണം. അതിനു വേണ്ടിയാണ് ഈ ജ്യോതിഷത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിശകലനം ചെയ്യുകയും പൊരുത്തങ്ങൾ നോക്കുകയും പൊരുത്തങ്ങൾ ശരിയാണെങ്കിൽ അതുപോലെ തന്നെ അവർ പാപദോഷങ്ങൾ ഇല്ലാത്ത ജാതകമാണെങ്കിൽ ഇല്ലാത്ത ജാതകമാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയെല്ലാം തന്നെ യോജിപ്പിക്കുവാൻ സാധിക്കും എന്നെല്ലാം തന്നെ നമ്മൾ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.